Hello guys, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ഈ വീഡിയോനകത്ത് കാണിച്ചു തരാൻ പോകുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണ്. അപ്പോൾ ഈ വെറൈറ്റി വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. എനിക്കറിയാം ഈ ലോഗോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ള വീഡിയോസ് യൂട്യൂബിനകത്ത് ചെയ്യാത്ത ആളില്ല എന്ന് പറയാം. അത്രയ്ക്കും വീഡിയോസ് യൂട്യൂബിനകത്തുണ്ട്. പക്ഷെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വെറൈറ്റി ലൈക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്പിനകത്ത് അവർക്ക് ചെയ്തതെന്ന് വെച്ചാൽ ഫോട്ടോ എഡിറ്റിംഗ് ആപ്പ് ലൈക്ക് പിക്സൽ ലാബോ പിക്സാർട്ടോ അങ്ങനത്തെ ഒരു ആപ്പിനകത്ത് നിന്ന് ജസ്റ്റ് ചെയ്യുന്നൊരു പരിപാടിയാണ്. പക്ഷെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്പിനകത്ത് നിന്ന് നമുക്ക് അങ്ങനെ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോനകത്ത് നിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വന്തം കൈൻമാസ്റ്റർ തന്നെയാണ്. നമ്മൾ ഈ കൈൻമാസ്റ്ററിനകത്താണ് നമ്മുടെ ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ലൈക്ക് കൈൻമാസ്റ്ററിനകത്ത് അങ്ങനെ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യാന്നുള്ള വീഡിയോസ് കുറച്ചൊക്കെ ഉണ്ട്. നിങ്ങൾ യൂട്യൂബ് സെർച്ച് ചെയ്തൊക്കെ കാണാം. അത് ഇംഗ്ലീഷിലും പല ലാംഗ്വേജിലൊക്കെ ഉണ്ട്, മലയാളത്തിലുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അവരൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ കൈൻമാസ്റ്ററിനകത്ത് ലോഗോ ക്രിയേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് അങ്ങനെ ക്രോമിൻ്റെ ലോഗോ കൈൻമാസ്റ്ററിനകത്ത് ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെ ആ ഒരു ലൈക്ക് രീതിയിലാണ്. പക്ഷെ നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ലോഗോ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കൈൻമാസ്റ്ററിൻ്റെ തന്നെയാണ്. കൈൻമാസ്റ്ററിനകത്ത് നിന്ന് തന്നെ കൈൻമാസ്റ്ററിൻ്റെ ലോഗോയാണ് നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആൻഡ് കൈൻമാസ്റ്ററിൻ്റെ മാത്രം ലോഗോ അല്ല നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളിന്ന് യൂട്യൂബിൻ്റെ ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ക്രോമിൻ്റെ ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം കൈൻമാസ്റ്ററിൻ്റെ ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ ആദ്യം നിങ്ങൾക്ക് കൈൻമാസ്റ്ററിൻ്റെ ലോഗോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം, പിന്നെ ക്രോമിൻ്റെ ലോഗോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം, പിന്നെ യൂട്യൂബിൻ്റെ ലോഗോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. പറഞ്ഞു തരുന്നല്ല ഇതിനകത്ത് ചെയ്യുന്നത്, ജസ്റ്റ് ഒരു വീഡിയോ സ്ക്രീനിൽ കൊടുക്കിയിട്ടുള്ള വീഡിയോ ടൈം ലാപ്സ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അല്ലാണ്ട് ഞാനിങ്ങനെ പറഞ്ഞു തരാം അങ്ങനെ ചെയ്യുക അങ്ങനെ പറഞ്ഞു തരാൻ ചെയ്യുന്നത് വെച്ചാൽ അത് നിങ്ങൾ സ്കിപ്പ് അടിക്കുന്നതൊക്കെ ഉറപ്പാണ്. കാരണം അതൊരു ബോറിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഞാനത് സ്പീഡ് ടൈം ലാപ്സിലേക്ക് വീഡിയോ ആയിട്ടും അതുപോലെ തന്നെ അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സോങ് ഇട്ടിട്ടാണ് ഈ വീഡിയോനകത്ത് ചെയ്യുന്നത്. ആൻഡ് അത് ചെയ്തതിന് ശേഷം അതിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞുതരും അതെങ്ങനെ ചെയ്തതെന്ന്. അത് ഞാൻ കൈൻമാസ്റ്ററിനെ മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ, ബാക്കിയിലൊക്കെ നിങ്ങൾക്ക് അത് ആലോചിച്ചാൽ മനസ്സിലാവുന്നതാണ്. സോ ഞാനിത് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോട്ട് പോകും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടെന്നായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കൈൻമാസ്റ്ററിൻ്റെ ലോഗോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ കൈൻമാസ്റ്ററിൽ ഒരു വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുക. സോറി ലൈക്ക് ആ ഒരു ടൈം ലൈനിലേക്ക് വരിക. ടൈം ലൈനിലേക്ക് വന്നതിന് ശേഷം നിങ്ങളവിടെ ലെയറിൽ ഹാൻഡ് റൈറ്റിങ്ങിൽ നിങ്ങളവിടെ ഒരു നമുക്കൊരു വരയ്ക്കുന്നൊരു സംഭവമുണ്ട്. അവിടെ നിങ്ങൾക്ക് ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ആ സർക്കിൾ ആദ്യം വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ കളർ എന്ന് പറയുന്നത് ഞാനൊരു കളർ പിക്കർ എന്നൊരു ആപ്പ് ഉപയോഗിച്ചിട്ട് ആ കൈൻമാസ്റ്ററിൻ്റെ ആ ഒരു സംഭവം ആ ഒരു കളർ പിക്ക് ചെയ്തിട്ട് അതിൻ്റെ കോഡ് നമുക്ക് കിട്ടും. താഴെ എനിക്ക് പിടിച്ചാൽ മതി, കോപ്പി പേസ്റ്റ് ചെയ്യുക. അതിൻ്റെ കോഡൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടാവും. എന്നിട്ട് അത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു കളർ കറക്റ്റ് കിട്ടും. എന്നിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ ഒരു റൗണ്ട് ആ ഒരു ഹാൻഡ് റൈറ്റിംഗ് വൈറ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ കളർ വൈറ്റ് ആക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു 5 റൗണ്ട് ചെറിയ രീതിയിലാക്കും. എന്നിട്ട് അതിൻ്റെ നടുവിലൊരു കെ എന്നുള്ള സംഭവം ചെയ്യും. എന്നിട്ട് എൻ്റെ ഫോണ്ട് മാറ്റും. ഇതാണ് നമ്മൾ ചെയ്യുന്ന പരിപാടി. ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷേ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ഞാൻ ടൈം ലാപ്സ് ആയിട്ട് കാണിച്ചു തന്നുകൊണ്ടാണ്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രോമിൻ്റെ ലോഗോയും യൂട്യൂബിൻ്റെ ലോഗോയും ഞാൻ ടൈം ലാപ്സ് ആയിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ കോൺസെപ്റ്റ് പറയുന്നില്ല, നേരെ വീട്ടിലോട്ട് പോകും.
ഓക്കെ, അപ്പോൾ നമ്മൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് യൂട്യൂബിൻ്റെ ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നില്ല, കാരണം തന്നെ ടൈം കുറേ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കുന്നു നിങ്ങൾക്ക് അങ്ങനെ കൈൻമാസ്റ്റർ ലോഗോ ക്രിയേറ്റ് ചെയ്യാം, ക്രോമിൻ്റെ ലോഗോ ക്രിയേറ്റ് ചെയ്യാം, യൂട്യൂബിൻ്റെ ലോഗോ ക്രിയേറ്റ് ചെയ്യാം. ഈ 3 ലോഗോകൾ എങ്ങനെ നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് ആപ്പായിട്ടുള്ള കൈൻമാസ്റ്ററിനകത്ത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് മനസ്സിലാക്കാം, നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്പല്ല, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചാണ് നമുക്ക് ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൈൻമാസ്റ്ററിനകത്ത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ എഡിറ്ററോ ഇൻഷോട്ടോ അതിനകത്തൊക്കെ എങ്കിൽ ലോഗോയോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഈ ആപ്പൊക്കെ ജസ്റ്റ് ഒരു ടൂളായിട്ട് നോക്കുക. ആൻഡ് അത് നമ്മളെങ്ങനെ യൂസ് ചെയ്യുന്നത്, ആ ടൂൾ നമ്മളെങ്ങനെ യൂസ് ചെയ്യുന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. സോ ഇന്നത്തെ വീഡിയോയുടെ കൂടി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്കടുത്ത് വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.